ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 4ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ അദ്ദർസു റാബി 4ാമത്തെ പാഠം ഇദ്ഗാമും മീമി സാക്കിന. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഇഖ്ഫാഉം മീമി സാക്കിന പഠിച്ചു. സാക്കിനായ മീമ് കൊണ്ട് ഇഖ്ഫാഉ വരുന്നത്, ഇവിടെ സാക്കിനായ മീമ് കൊണ്ട് ഇദ്ഗാം വരുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ഇദ്ഗാം ഉന്നത്ത് ചെയ്യണം എന്നതാണ് നമുക്കറിയാം, മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇവിടെ കുറച്ച് ആയത്തുകൾ തന്നിട്ടുണ്ട്. അതിൽ സാക്കിനായ മീമ് കൊണ്ട് ഇഖ്ഫാ വന്നത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? സാക്കിനായ മീമിന് ശേഷം മീമ് വന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കുലൂബിഹിം മറളുൻ, മീമിന് ശേഷം മീമ് വന്നാലാണ് ഇദ്ഗാം വരുന്നത്, മനസ്സിലാക്കുക. സാക്കിനായ മീമിന് ശേഷം മീമ്. അപ്പോൾ സാക്കിനായ മീമ് എന്ന് പറഞ്ഞാൽ ഹർക്കത്തുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ സുക്കൂനുള്ള മീമ് വരും, അതും സാക്കിനായ മീമ് തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ സാക്കിനായ മീമിന് ശേഷം മീമ് വരുന്നതാണ് ഇദ്ഗാം വരുന്നത്, മനസ്സിലാക്കുക. ഉന്നത്ത് ചെയ്യാം. പിന്നെ ഇനി ആ ആയത്തിൽ സാക്കിനായ മീമിന് ശേഷം മീമ് വരുന്നതില്ല. അടുത്തത് എവിടെയാണ് വരുന്നത്? ഇതാ യഅ്തിയന്നകും മിന്നി, മീമിന് ശേഷം മീമ് വന്നു, മനസ്സിലാക്കുക. പിന്നെ എവിടെയാണ് വരുന്നത്? അൻകും മിൻ, ഉന്നത്ത് ചെയ്യാം, മനസ്സിലാക്കുക. പിന്നെ ഇവിടെ തവല്ലൈതും മിൻ, അവിടെ വന്നു. സുമ്മ ബഅസ്നാകും മിൻ, അപ്പോൾ അവിടെ വന്നു മീമിന് ശേഷം മീമ്, മനസ്സിലാക്കുക. പിന്നെ എവിടെയാണ്? ഇവിടെയൊക്കെ മീമിന് ശേഷം താ ആണ്. അപ്പം മീമിന് ശേഷം താ വരുന്നത് നമുക്ക് പഠിക്കാനുണ്ട്, ഇൽഹാറാണ്. മീമിന് ശേഷം ലാമ്, അതൊക്കെ ഇൽഹാറാണ്. നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചത് മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ, മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, മീമിന് ശേഷം ബാക്കി എല്ലാ അക്ഷരങ്ങളും വന്നാൽ ഇൽഹാർ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അടുത്തത് ഇവിടെ എന്താ വരുന്നത്? അൻകും മിൻ, മീമിന് ശേഷം മീമ് വന്നു, മനസ്സിലാക്കുക. പിന്നെ ഇതാ ഖുലൂബിഹിം മറളുൻ, മീമിന് ശേഷം മീമ് വന്നു. എന്താണ് ഇവിടെ? അന്നഹും മുലാഖൂ, മീമിന് ശേഷം മീമ് വന്നു, മനസ്സിലാക്കുക. അപ്പം എന്താണ്? സാക്കിനായ മീമിന് ശേഷം മീമ് വന്ന ഉദാഹരണങ്ങളാണ് മുകളിൽ കൊടുത്തത്. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ആ സുക്കൂനുള്ള മീമിനെ ശേഷമുള്ള മീമിൽ ചേർത്ത് ഷദ്ദുള്ള മീമാക്കി ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഉന്നത്തോടു കൂടി ഉച്ചരിക്കലാണ്. അപ്പോൾ സാക്കിനായ മീമിനെ, ആ സുക്കൂനുള്ള മീമ്, അതന്നെയാണ് സാക്കിനായ മീമ്. അപ്പോൾ ആ സുക്കൂനുള്ള മീമിനെ ശേഷമുള്ള മീമിൽ ചേർത്ത് ഷദ്ദുള്ള മീമാക്കി ഉച്ചരിക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ഷദ്ദുള്ള മീമായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് ഷദ് ചെയ്ത് ഉന്നത്ത് ഉള്ള അക്ഷരമായിട്ട് ഉച്ചരിക്കുക, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം എന്താണ് ഇവിടെ ഇഖ്ഫാ ഇദ്ഗാം വരാൻ കാരണം എന്താന്ന് ചോദ്യം വന്നാലാ, ഇങ്ങനെ ഒരു വേർഡ്സ് തന്നിട്ട് ഇവിടെ ഇദ്ഗാം വരാൻ കാരണം എന്താന്ന് വെച്ചാലാ, സാക്കിനായ മീമിന് ശേഷം മീമ് വന്നതാണ് ഇവിടെ ഇദ്ഗാം ചെയ്യാൻ കാരണം, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അടുത്ത ഇനി ദഫ്തർ തോലിബ് നോക്കി തദ്രിബാത്ത് ചെയ്യാനാണ്. പിന്നെ നമുക്ക് ഖിറാഅത്തും ഹിഫ്ളും വരുന്നത് എന്താണ്? സൂറത്തുൽ അഹ്സാബ് ഇദ്ഗാമും മീമി സാക്കിന മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് ഓതാനാണ്. പിന്നെ ഇവിടെ മനപ്പാടാക്കേണ്ടത് എന്താണ്? നഹ്ഫളുൽ അവാഇലി സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ കുറച്ച് ആയത്തുകൾ. പിന്നെ വൽ അദ്കാർ ദിക്റുകൾ, നമ്മൾ മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ദിക്റുകളും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാഠത്തിൻ്റെ അവസാനത്ത് കിസ്മുൽ ഹിഫ്ള് എന്ന് പറഞ്ഞിട്ട് ഭാഗം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, നിങ്ങൾ താഴെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച സൂറത്തുകളൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ ഹിഫ്ളാക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വന്നത് ഇതാ ഇപ്പോൾ സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ കുറച്ച് ആയത്തുകളാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് ഹിഫ്ളാക്കാൻ തന്നത്. ഇനി ബക്കറയിൽ നിന്ന് തന്നെ ആയത്തുൽ കുർസി വരുന്നുണ്ട്, ആമന റസൂൽ ഇവിടെ വരുന്നുണ്ട്, അതൊക്കെ ഹിഫ്ളാക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ആദ്യം ബക്കറയിൽ നിന്നുള്ള ഈ ആയത്ത് ഇതിൻ്റെ കൂടെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ
മുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ച ഉളൂ ചെയ്യുമ്പോഴുള്ളത്, ഉളൂ ചെയ്തതിന് ശേഷമുള്ള ദുആ, വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ദിക്റുകളും. അപ്പം പാഠത്തിൻ്റെ അവസാനത്തിൽ തന്നെ വരുന്നുണ്ട് ദിക്റുകൾ നമ്മൾ മുമ്പ് പഠിച്ച. അപ്പം അതൊക്കെ അതിൻ്റെ കൂടെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പം അതിൻ്റെ തദ്രിബാത്ത് വരുന്നത് എന്താണ്? നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാലുള്ള നിയമം ഏത്? സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാലുള്ള നിയമം ഇദ്ആം ചെയ്യണം. മനസ്സിലാക്കുക, ഇദ്ആം ചെയ്യണമെന്ന് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ ഇവിടെ ഒരാൾക്ക് ക്ലാസ് കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയുന്നതിൻ്റെ കൂടുതൽ ഇനി ഇതിലെന്തെങ്കിലും പറഞ്ഞതിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം എല്ലാവരും കേട്ടോ. പിന്നെ സാക്കിനായ മീമ്, സാക്കിനായ നൂന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് മാറുന്നുണ്ടെങ്കിലും അറിയിക്കണേ. അടുത്തത് എന്താ വരുന്നത്? സാക്കിനായ മീമിന് ശേഷം ബാ വന്നാലുള്ള നിയമം. അത് നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചതാണ്. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. അപ്പം ഇദ്ആം ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം. 2 ചോദ്യങ്ങൾക്കും ആൻസർ എഴുതുക, മനസ്സിലാക്കുക. ഇനി ഇവിടെ 2 ഉദാഹരണങ്ങൾ എഴുതാനാണ്. എന്തിൻ്റെയൊക്കെയാണ്? ഇഖ്ഫാവും മീമി സാക്കിന, അതിന് ഒരു ഉദാഹരണം എഴുതണം. ഇദ്ആമും മീമി സാക്കിനക്ക് ഒരു ഉദാഹരണം എഴുതാം. നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? നമുക്ക് ഇഖ്ഫാവും മീമി സാക്കിനക്ക് ഉദാഹരണം എഴുതാം. അതാ അലൈഹിം ബി മുസൈത്തിർ, മീമിന് ശേഷം ബാ വന്നത് ഇഖ്ഫാ. നമുക്ക് അവിടേക്ക് ഇത് എടുത്ത് എഴുതി കൊടുക്കാം. അപ്പം ഇദ്ആമും മീമിന് നമ്മളിവിടെ പാഠത്തിൽ കുറേ അടയാളപ്പെടുത്തിയിരുന്നു. തവല്ലൈത്തും മിൻ, മീമിന് ശേഷം മീമ് വന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഉദാഹരണം അവിടേക്ക് എഴുതി കൊടുക്കാം. അപ്പം എത്രയാണ് ഇദ്ആമും മീമി സാക്കിന എന്ന പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. എന്താണ് ഇദ്ആം, എന്താണ് ഇഖ്ഫാ എന്നത്, സാക്കിനായ മീമിൻ്റെ വിധികൾ, അത് നന്നായി മനസ്സിലാക്കുക. അത്രയാണ് ഇവിടെ. പിന്നെ ഉദാഹരണങ്ങളൊക്കെ ഇതുപോലെ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് എക്സാമിന് എഴുതാൻ വന്നാൽ എഴുതണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.